ഇന്ന് മാർച്ച് 13, 2026. അപ്പം ഓഫീസിൽ നിന്ന് വന്ന് വണ്ടി വെച്ച് തിരിച്ച് റൂമിലോട്ട് കയറട്ടെ. എന്തുവാണ് ഇന്നലെ രാവിലെ വെച്ച പയറുകറിയൊക്കെ കേടായി കാണാൻ നല്ല ചാൻസ് ഉണ്ട്. നോക്കട്ടെ. എൻ്റെ പൊന്നെ, നല്ല നാറ്റമുണ്ട്. എന്നാ പിന്നെ സമയം കളയാതെ ഞാൻ ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പം ചേച്ചിയുടെ അടുത്ത് പോകണം. അപ്പം തുണിയെല്ലാം നനയ്ക്കാനുള്ളതെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകണം. പക്ഷേ ഭയങ്കര മടിയാണ്, പോകണോ വേണ്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ ഭയങ്കര കഷ്ടപ്പാടാണേ. വേണമെന്ന് കുളിക്കട്ടെ. കുളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ എൻ്റെ കൂടെ പണ്ടെന്ന് പറയുമ്പോൾ 2014 എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വന്ന ചേട്ടൻ്റെ കല്യാണ വിളി കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, വരണം April 13 ക്രിസ്ത്യൻ കല്യാണം. എന്തുവാണ് എഴുതിയത് എനിക്ക് മനസ്സിലായില്ല. April 13 എന്തോ കൊണ്ട് April 14 വെഡ്ഡിങ്. 13-14 എന്നാണെന്ന് നോക്കട്ടെ. 13 തിങ്കളാഴ്ചയും 18 ശനിയാഴ്ചയോ. തിങ്കളാഴ്ച എന്തായാലും പറ്റത്തില്ല. 18-ാം തീയതി 13-ാം തീയതി ആലപ്പുഴ വെച്ച്. അപ്പോൾ അവിടെ വെച്ചാണെങ്കിൽ പോകാമായിരുന്നു. പക്ഷേ തിങ്കളാഴ്ച കൊണ്ട് പോകാൻ പറ്റത്തില്ല. 18-ാം തീയതി ഞാൻ എന്തായാലും അവിടെ സുനിച്ചേട്ടൻ്റെ പാലുകാച്ചിന് നാട്ടിൽ കാണും ആ സമയത്ത്. പക്ഷെ തിരുവനന്തപുരം വരെ പോയി വരിക എന്നൊക്കെ പറഞ്ഞാൽ, തിരുവനന്തപുരം വരെ പോയി വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ചടങ്ങാണ്. അല്ല പിന്നെ അമ്മയുടെ അടുത്ത് പോയിട്ട് കല്യാണം കൂടിയിട്ട് തിരിച്ച് പിന്നെ കോട്ടയത്ത് വരണം. കുറച്ച് ചടങ്ങുള്ള കാര്യമാണ്. അത് ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഒന്ന് ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ് കേട്ടോ. കഴിഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് വിളിച്ചിട്ടും എനിക്ക് പോകാൻ പറ്റിയില്ല. ഇതിനെങ്കിലും ഒന്ന് പോകണം. അയ്യോ, പരിപ്പ് കളഞ്ഞ് പാത്രം കഴുകട്ടെ. നല്ല കൊടൂരവസ്ഥ കേട്ടോ. ഇന്ന് രാവിലെ അങ്ങ് കഴുകി വെച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ അങ്ങ് കഴുകി വെച്ചാൽ മതിയായിരുന്നു. ഇവിടെ മുഴുവൻ നാറ്റമായല്ലോ. എന്നാൽ പിന്നെ കഴുകിയിട്ട് വരാം. പാത്രവും കഴുകി അവന് മെസ്സേജ് അയച്ചു. കൺഗ്രാറ്റ്സ്, ശരിയടാ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ഇതിന് മുമ്പ് ഞാൻ ഒരു കൂട്ടുകാരൻ എന്നെ കല്യാണത്തിന് വിളിക്കുന്ന നേരത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വൻ ഓഡിയോ ഇട്ടു. അവിടെ ഉറപ്പായിട്ടും വരെ നമ്മൾ കഴിഞ്ഞ റീയൂണിയൻ അല്ലേ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് പിന്നെ കണ്ടിട്ടില്ലല്ലോ, എല്ലാവരെയും കാണണം, വൈബാക്കണം, ഇതാണെന്നൊക്കെ പറഞ്ഞ് 1 മിനിറ്റ് 12 സെക്കൻഡ് ഒരു കിടില ഓഡിയോ ഒക്കെ ഇട്ടതാണ്. അത് കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ തലേദിവസം പറഞ്ഞു മടി കാരണം ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞടാ ഇല്ലടാ, ടൈറ്റാണ്, ലീവ് കിട്ടത്തില്ല, വരത്തില്ല എന്ന് പറയേണ്ടി വന്നു. അത് കാണുമ്പോൾ ഒരു മോശമില്ല. കാരണം ആകപ്പാട് ഇതൊക്കെ സംസാരിക്കാറുള്ളൂ. ആ ഓഡിയോ ഇട്ടു. അത് കഴിഞ്ഞ് കല്യാണത്തിലെ നീ ഓഡിയോ ഇട്ടു. ഭയങ്കര നാണക്കേടായിരുന്നു. അതുകൊണ്ട് വെറുതെ അങ്ങോട്ട് വലിച്ചു വാരിയിരുന്നും ഓഡിയോ ഇടാതെ ഞാൻ അവൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. ശരിയടാ, കൺഗ്രാറ്റ്സ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവസാനം വരാമെന്നും വരുന്നില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇനി പോകാൻ പറ്റിയില്ലെങ്കിൽ എന്നാ ചെയ്യും? പോകാൻ പറ്റിയെങ്കിൽ പോവാം. ക്യാമറയുടെ ആംഗിൾ ശരിയാണ്. ഒരു കാര്യം മറന്നു. ചേച്ചിയുടെ അടുത്തോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ കയറി ചെന്ന ശല്യം പിന്നെയും കയറി വന്നോ എന്നൊരു തോന്നൽ ചേച്ചിക്ക് തോന്നത്തില്ലെങ്കിലും എനിക്കങ്ങനെ ഒരു തോന്നൽ തോന്നാറുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ജാടിയിട്ട് ഇവിടെ ഇരിക്കുവാണ്. പക്ഷെ
പ്രശ്നം എന്ന് വെച്ചാൽ കഴിക്കാനായിട്ട് ഇവിടെ ഒന്നും ഇരിപ്പില്ല. അല്ല പിന്നെ വെളിയിൽ പോയി എന്തെങ്കിലും കഴിക്കണം. ഒരു 1/4 മണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്യാൻ. ചേച്ചി ഒന്ന് വിളിച്ചിട്ട് ചോദിക്കുക എന്താടാ ഇറങ്ങിയില്ലടാ വരുന്നില്ലടാ എന്ന് ചോദിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. അങ്ങനെ വിളിച്ചാൽ ആ വര എന്ന് ജാടയിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതാണ് നമുക്ക് വില. എല്ലാം അങ്ങോട്ട് കയറി ചെന്നാൽ വിലയ്ക്ക് കുറവൊന്നും വരത്തില്ല, പക്ഷെ എന്നാലും എനിക്കൊരു സുഖമില്ല. അപ്പം വെയിറ്റ് ചെയ്യാം. ചേച്ചി വിളിച്ചായിരുന്നു. ചേച്ചി മുട്ടക്കറി ഉണ്ടാക്കി വെച്ചേക്കുക വരാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്കാണ് അപ്പുറത്ത് റൂമിലുള്ളവന്മാർ സംസാരിക്കണമെന്ന് പറഞ്ഞു. അവന്മാർ ഞാൻ കുറേ നാളായിട്ട് പറ്റിക്കുക. അവന്മാർ ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്യും. പക്ഷെ എല്ലാ പ്രാവശ്യവും വൈകുന്നേരം ഞാൻ എത്തുമ്പോൾ ലേറ്റ് ആവുന്ന നേരം അവന്മാരോട് സംസാരിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാനിപ്പം അവന്മാരോട് സംസാരിച്ച് ഇനിയിപ്പോൾ ലേറ്റായി, ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നില്ലെന്ന് പറയും. ചേച്ചിയുടെ അടുത്ത് നാളെ രാവിലെ 8 മണിയാകുമ്പോൾ പോകണം. 8 മണിയാകുമ്പോൾ ചെല്ലാൻ ഇന്നിപ്പോൾ വെളിയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം. വെറുതെ പറഞ്ഞ മനുഷ്യന്മാരെ പേടിപ്പിക്കുവാന്ന് പറയുമായിരുന്നു. ഹെൽമെറ്റ് ബൈക്കിൽ വെക്കല്ലേ, മേളിൽ വെക്കണം, ടെറസിലാണെങ്കിലും ഷൂ വെക്കുന്നത് സൂക്ഷിക്കണം, ഭയങ്കര പാമ്പ് ശല്യം. ഇവിടെ ഒരുപാട് സ്ഥലത്ത് പാമ്പിനെ കാണുന്നുണ്ട്, ഫുള്ള് കാടായത് കാരണം. അപ്പം അങ്ങനെ കുറച്ച് ഭയപ്പെട്ടിരിക്കുമായിരുന്നു. ഞാൻ ഹെൽമെറ്റ് അല്ലെങ്കിലും വണ്ടി വെക്കാറില്ല. ഞാൻ വെക്കുന്നത് റൂമിൽ കൊണ്ടാണ് വെക്കാറ്. എന്നാലും ഷൂ ഇനി മുതൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ಒಂದು ಬಟರ್ ಫ್ರೂಟ್ ಶುಗರ್ ಬೇಡ, ಸ್ವಲ್ಪ എടാ ഹെൽത്തി കുട്ട. ചപ്പാത്തിയും കറിയും പിന്നെ അവക്കാഡോടെ ജ്യൂസും എടുത്തു വിത്തൗട്ട് ഷുഗർ. ഹെൽത്തി കുട്ട. കഴിച്ചിറങ്ങി. അവൻ കല്യാണത്തിന് വിളിച്ച അഖിൽ മെസ്സേജ് ഇട്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചേടാ നീ വരുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞടാ, ഇങ്ങനെ അളിയൻ്റെ പാലുകാച്ചുണ്ട്, പാലുകാച്ചിന് ഞാൻ എന്തായാലും നാട്ടിലോട്ട് വരുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് പാലുകാച്ച്, ശനിയാഴ്ചയാണ് എൻ്റെ കല്യാണം. അപ്പം നോക്കട്ടെ. പക്ഷെ എനിക്ക് പോകേണ്ടത് കോട്ടയത്തോട്ടാണ്. പക്ഷെ അമ്മ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് അമ്മയുടെ ട്രെയിൻ ഞായറാഴ്ച ആയതുകൊണ്ടും വേണമെങ്കിൽ എനിക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് അമ്മയുടെ കൂടെ ഞായറാഴ്ച കോട്ടയത്ത് പോയാൽ മതി. അപ്പോൾ എനിക്ക് ശനിയാഴ്ച കല്യാണവും കൂടി പിന്നെ അമ്മയുടെ കൂടെ ഞായറാഴ്ച തിരിച്ച് കോട്ടയത്തോട്ട് വരാം. അപ്പം ഞാൻ പറഞ്ഞേട്ടാ ഞാൻ കൺഫേം പറയുന്നില്ല, പക്ഷെ ഇതൊക്കെയാണ് സിറ്റുവേഷൻ. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഞാൻ തിരിച്ച് ഞാൻ റൂമിലോട്ട് എത്തുവാണെന്ന്. പിന്നെ ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ.